ഇടതുമുന്നണി മധ്യമേഖലാ യാത്രയുടെ കൊട്ടിക്കലാശം കഴിഞ്ഞതോടെ ജോസ് കെ മാണി പാലായിൽ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. ഇത് പാലായിൽ കാപ്പൻ ചോദിച്ചു വാങ്ങിയതാണ്. പേടിപ്പിച്ചും അപമാനിച്ചും കല്ലെറിഞ്ഞും ജോസിനെ പാലായിൽ നിന്ന് പലായനം ചെയ്യിക്കാൻ ആവുന്ന പണി 58 പയറ്റി നോക്കി. കോലിട്ട് കുത്തിയാൽ പോലും വ്യക്തിപരമായ അധിക്ഷേപത്തിന് മുതിരാത്ത ജോസ് പാലായിലെ സ്വീകരണ യോഗത്തിൽ കാപ്പനെ രാഷ്ട്രീയമായി തുറന്നു കാട്ടി. കടുത്തുരുത്തി സീറ്റ് പാർട്ടിക്ക് തിരികെ പിടിക്കണമെങ്കിൽ ജോസ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യം കുറെ നാളായി കേൾക്കുന്നുണ്ടായിരുന്നു. വേറെ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ഫൈമി കാമുകർ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് സ്ഥാനാർത്ഥിക്കിട്ട് പണി കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമാണ് അങ്ങ് കടുത്തുരുത്തിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 996 KM മാണി 12 മുട്ട അടവെച്ച് 13 കുഞ്ഞുങ്ങളെ വിരിയിച്ചത്. KM മാണിയുടെ സ്ഥാനാർത്ഥി PC തോമസിനെ ഇപ്പോഴത്തെ താക്കോൽ സ്ഥാനീയൻ ഉൾപ്പെടെ ചിലർ തോൽപ്പിക്കാൻ ശ്രമിച്ച കഥ നാട്ടിൽ പാട്ടാണ്. PC എങ്ങാനും ജയിച്ചു പോയാൽ താൻ വഴിയാധാരമാകുമെന്ന ഭയമായിരുന്നു താക്കോൽ സ്ഥാനീയന്. ഇന്നും താനില്ലെങ്കിൽ പ്രളയമെന്നാണ് ഇവിടെ സ്ഥാനാർത്ഥി മോഹികളായ ഓരോരുത്തർക്കുമുള്ളത്. അതിന് വിരാമമിടണമെങ്കിൽ ജോസ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകണം. ഈ സാഹചര്യത്തിലാണ് റോഷി ജോസിന്റെ സ്ഥാനാർത്ഥിത്വം പാലായിൽ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പാർട്ടി ബുദ്ധികേന്ദ്രങ്ങളുടെ കൂടി നിർദ്ദേശമനുസരിച്ച് റോഷി ആ പ്രഖ്യാപനം നടത്തിയെങ്കിലും അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ജോസഫിന്റെ കയ്യിൽ നിന്ന് സീറ്റ് തട്ടിപ്പറിച്ച് ഇടുക്കിയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ചില കോൺഗ്രസുകാർക്ക് റോഷി ഒരു ഭീഷണി തന്നെയാണ്. അതിനുവേണ്ടിയാണ് റോഷി പാലായിൽ മത്സരിക്കുമെന്ന വ്യാപകമായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത്. ആ പ്രചാരണം കൊഴുത്താൽ ഇടുക്കിയിൽ റോഷിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. താൻ തന്നെയായിരിക്കും ഇടുക്കിയിലെ സ്ഥാനാർത്ഥി എന്ന് ഇതിലൂടെ റോഷി പറയാതെ പറഞ്ഞു വെച്ചു. ഇപ്പോൾ യഥാർത്ഥ കിങ് മേക്കർ ജോസ് കെ മാണി തന്നെയാണ്. ആ ജോസ് കെ മാണിയെ രാഷ്ട്രീയ കേരളം എത്രമാത്രം ഭയക്കുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണ് ജോസ് കെ മാണിയെ പരിഹസിക്കുവാൻ വേണ്ടി മാത്രം ചില ചാനലുകൾ നടത്തുന്ന ഫാബ്രിക്കേറ്റഡ് വാർത്തകളും മാണി വിരോധികളെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന അടുപ്പ് കൂട്ടിയുള്ള അന്തിച്ചർച്ചകളും. കേരളം കണ്ട രാഷ്ട്രീയക്കാരിൽ മഹാവൃത്തികെട്ടവന്മാരിൽ ഒരാളാണ് ജോസ് കെ മാണി എന്നാണ് ചിലർ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ആ മഹാവൃത്തികെട്ടവനെ പറ്റി അന്തിച്ചർച്ചയൊക്കെ നടത്തുന്നതെന്ന മറുചോദ്യമുണ്ട്. ജോസ് ക്യാപ്റ്റനായി നയിച്ച ഇടതുമുന്നണി പ്രചാരണ ജാഥ ജനപങ്കാളിത്തം കൊണ്ടും കാര്യപ്രസക്തമായ വാഗ്ദാനങ്ങൾ കൊണ്ടും ഉയർന്ന നേട്ടം കൊയ്തു. അതിന് ഇടതുമുന്നണി നേതൃത്വം ഒത്തൊരുമിച്ച് അവസാനം വരെ കട്ടയ്ക്ക് നിന്നു എന്നത് പറയാതെ വയ്യ. ജോസഫിന്റെയും അനൂപിന്റെയും ഗണേഷിന്റെയും ഡോക്ടർ KC ജോസഫിന്റെയും ഒക്കെ കേരള കോൺഗ്രസ് ഇവിടെയൊക്കെ ഉണ്ടായിട്ടും അവരെ ആരെയും പറ്റി ചർച്ചയില്ലാത്തത് ജോസിനെ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഏതായാലും പറന്നുപോയ ശത്രുവിനെ വലയിട്ട് പിടിച്ച് കാപ്പൻ കൂടെ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ കടുത്തുരുത്തിയിലെ പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം ജോസ് കടുത്തുരുത്തിയിൽ തന്നെ മത്സരിക്കണമെന്ന. ജോസ് പാർലമെന്റിൽ അംഗമായിരുന്ന കാലത്ത് തന്റെ കീഴിലുള്ള മുഴുവൻ അസംബ്ലി നിയോജക മണ്ഡലങ്ങളെയും മനസ്സിൽ കരുതി ഓരോരോ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചു വന്നത് നിസ്സാരമായ ഒരു നേട്ടമല്ല. മറ്റ് ഒരു ലോക്സഭാ അംഗത്തിന് പോലും അങ്ങനെ ഒരു നേട്ടം അവകാശപ്പെടാനില്ല. അത് ജോസ് കെ മാണിക്ക് സ്വന്തം. മറ്റ് ചില രാഷ്ട്രീയക്കാരെ പോലെ അളിഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് കള്ളൊഴിച്ചു കൊടുക്കുന്ന പാരമ്പര്യമില്ലാത്തതാണ് ജോസിനെ ഒരു ന്യൂനപക്ഷത്തിൽ നിന്നെങ്കിലും അകറ്റി നിർത്തുന്നത്. ജോസിനെ പേടിപ്പിച്ച് നാട്ടിൽ നിന്ന് ഓടിക്കാൻ ഇറങ്ങിയ കാപ്പൻ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് കഴുത്തിൽ ചുറ്റിയ അവസ്ഥയിലാണിപ്പോൾ. KM മാണി പദ്ധതി തയ്യാറാക്കി പണം അനുവദിപ്പിച്ച് സ്ഥാപിച്ച വെയിറ്റിംഗ് ഷെഡ് പോലും തന്റെ പേരിൽ എഴുതി വെച്ചാണ് കാപ്പൻ സായുജ്യമടയുന്നത്. കേവലം ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും സ്വന്തം നിലയിൽ സ്ഥാപിക്കാൻ സാധിക്കാത്ത കാപ്പനെ കൊണ്ട് പാലായിൽ വികസന പ്രവർത്തനങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം RCCയിൽ പോലും ലക്ഷങ്ങൾ ചെലവ് വരുന്ന ക്യാൻസർ ചികിത്സ കേവലം പാലായിലേക്കുള്ള വണ്ടിക്കൂലി മാത്രം മുടക്കി ചികിത്സിച്ചു പോകുവാനുള്ള അവസരമാണ് പാലായ്ക്കുള്ളത്. ആ യാഥാർത്ഥ്യം മറച്ചുവെച്ച് ക്യാൻസർ ചികിത്സയ്ക്കായി സജ്ജീകരിക്കുന്ന സംവിധാനങ്ങളെ അവഹേളിക്കുകയും ക്യാൻസർ പടരാൻ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറയാൻ കാപ്പനല്ലാതെ മറ്റാർക്കും അത് സാധിക്കില്ല. ജോസ് മുന്നണി മാറാൻ കോൺഗ്രസുകാരെ സമീപിച്ചു എന്ന് പറഞ്ഞ് വിഷയം മാറ്റാൻ കാപ്പൻ ശ്രമിച്ചുവെങ്കിലും അടൂർ പ്രകാശ് അത് നിഷേധിച്ചു. കാപ്പൻ വീണ്ടും വെട്ടിലായി. പിന്നീട് റോഷിയും ജോസും തമ്മിൽ ശത്രുതയിലാണെന്ന് പറഞ്ഞ് പാർട്ടിയിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചു. അതെല്ലാം ബോധപൂർവം പാർട്ടിക്ക് അനുകൂലമാക്കിയെടുക്കാൻ ജോസിനും റോഷിക്കും സാധിച്ചു എന്നതാണ് അവരുടെ വിജയം. ലോകോത്തര നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ IIIT അത് പാലക്കാർക്ക് കിട്ടിയ പുതിയ തേങ്ങയാണെന്ന് കാപ്പൻ പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസത്തെ പറ്റി കാപ്പനുള്ള അറിവ് എത്രത്തോളം ഉണ്ടെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായി.
ജോസ് കെ മാണി ഇപ്പോഴും ഡെമോക്രസിന്റെ വാൾ പോലെ കടുത്തുരുത്തിക്കും പാലായ്ക്കും മുകളിൽ കിടന്നാടുകയാണ്. പാലായിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാളെ പാർട്ടി കണ്ടുപിടിച്ചു വെച്ചിരുന്നുവെന്നതും കാണാതെ പോകരുത്. റോഷിയുടെ പ്രസ്താവന സ്വന്തം തടി രക്ഷിക്കാനും പാലായിലെ അനിശ്ചിതത്വം ഇല്ലാതാക്കാനും ജോസ് കെ മാണിക്ക് സാധിച്ചു.